വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിട്ടിമീസ് ആണ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മളിതാ അടുത്ത ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഓൾറെഡി നമ്മൾ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ പഠിച്ചു, ബയോമോളിക്യൂൾസിനെ പറ്റി പഠിച്ചു, പ്ലാന്റ്സിലും ആനിമൽസിലുമുള്ള ഈ ഒരു ട്രാൻസ്ഫറൊക്കെ എങ്ങനെയാണെന്നുള്ള ബേസിക് ആയിട്ട് നമുക്ക് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ സിലബസ് മാറിയതുകൊണ്ട് തന്നെ എവിടെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള ഐഡിയ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? യെസ്, നോക്കിയേ. നെയിം ദ ബയോമോളിക്യൂൾസ് ഫോംഡ് ഇൻ സെൽസ് ടു എയ്ഡ് ആൻഡ് റെഗുലേറ്റ് മെറ്റബോളിസം. ഹൗ ഡസ് ഈച്ച് ഓഫ് ദിസ് ഹെൽപ്പ്? മെറ്റബോളിസത്തെ സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാനായി കോശങ്ങളിൽ രൂപപ്പെടുന്ന ബയോമോളിക്യൂളുകൾ ഇവ ഓരോന്നും എപ്രകാരമാണ് സഹായിക്കുന്നത്? അതായത് സെൽസിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമോളിക്യൂൾ ഏതാണ് നമ്മുടെ മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ളതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടാവും. കാരണം നമ്മൾ 5 ബയോമോളിക്യൂൾസ് പഠിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ എൻസൈംസ്, ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ ഈ പ്രോട്ടീൻസ് തന്നെ നമ്മൾ പറയുന്നുണ്ട്, അതല്ലാതെ ന്യൂക്ലിക് ആസിഡ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയെന്നുള്ള കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ എൻസൈംസ് ആൻഡ് ഹോർമോൺസ് ആണ് അല്ലേ? പ്രോട്ടീനുകളിൽ തന്നെ നമ്മൾ പഠിക്കുന്ന എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. സോ എൻസൈംസ് ഹെൽപ്പ് സ്പീഡ് അപ്പ് വേരിയസ് കെമിക്കൽ റിയാക്ഷൻ. ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടാനാണ് നമ്മളെ എൻസൈം സഹായിക്കുന്നത്. ഹോർമോൺസ് ഓർ റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ലൈഫ് ഫങ്ഷൻസ് അല്ലേ? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും നമ്മളെ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ എൻസൈമുകളും ഹോർമോണുകളുമാണ്. അപ്പം ആ 2 പോയിന്റ്സ് ഓർത്ത് വെക്കണം. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, സെല്ലുലാർ പാത്വേ ദാറ്റ് കണക്ട്സ് എ സെൽ ടു അഡ്ജസൻറ്റ് സെൽ. പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രസെല്ലുലാർ എൻവയോൺമെൻറ്റ്, എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെൻറ്റ്, എങ്ങനെയാണ് സെല്ലിലേക്ക് ഈ പറയുന്ന കമ്പോണൻസ് ഒക്കെ എത്തുന്നത് അല്ലേ? അപ്പോൾ ഒരു സസ്യകോശത്തെ തൊട്ടടുത്ത കോശവുമായി ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയെ നമ്മളൊരു പേര് പറഞ്ഞിരുന്നു. അതിനെയാണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഒരു കോശം, അതിന് കോശസ്തരമുണ്ട്, ഉള്ളിലായിട്ട് കോശദ്രവ്യമുണ്ട്, പുറമെ ആന്തര പരിസ്ഥിതി അതായത് ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്മോഡെസ്മാറ്റ. അപ്പോൾ ഈ ഒരു വേർഡ് മറന്നു പോകരുത്, ഓർത്ത് വെക്കണം. അടുത്തത്, മേജർ കമ്പോണൻസ് ഓഫ് പ്ലാസ്മ മെമ്പറൈൻ. നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു നിഞ്ച ബാച്ചിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. ഓരോന്നും നമ്മൾ ഓരോ പോയിന്റ്സും ഡയഗ്രാംസും ഡിസ്കസ് ചെയ്തു. അതിൽ ക്വസ്റ്റ്യൻസുകളും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നിഞ്ച ബാച്ചിൽ ഇത് ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. കാരണം ഓരോ കോൺസെപ്റ്റ് നിങ്ങൾ സിലബസിൽ മാറ്റം വന്നതുകൊണ്ടും, അതുമാത്രമല്ല 8ൽ നിന്ന് 9ലേക്ക് വരുമ്പോൾ വലിയൊരു മാറ്റം നിങ്ങൾ ഫേസ് ചെയ്യുന്നത് കൊണ്ടും വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് നമ്മൾ ബാച്ചിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാലേ അടുത്ത വർഷത്തേക്ക് 10ാം ക്ലാസ്സിൽ സിലബസ് മാറുമ്പം നിങ്ങൾക്കത് നല്ല രീതിയിൽ ഓർത്ത് വെച്ച് പഠിക്കാനും പറ്റൂ. അപ്പോൾ തന്നിരിക്കുന്ന താഴെ പോകുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് നല്ല രീതിയിൽ റിവൈസ് ചെയ്തും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോരെ, നിങ്ങളുടെ സമയം വൈകിട്ടില്ല. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞിരുന്നു, സെല്ലിനെ കവർ ചെയ്ത് നമുക്കൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇതിൻ്റെ അല്ലെങ്കിൽ ഈ കോശസ്തരത്തിലെ മുഖ്യ ഘടകങ്ങൾ, മേജർ കമ്പോണൻസ് ഏതാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ഫോസ്ഫോലിപ്പിഡ് ലെയേഴ്സ് ആൻഡ് പ്രോട്ടീൻസ് അല്ലേ? ഫോസ്ഫോലിപ്പിഡ് പാളികളും പ്രോട്ടീനുകളും. അതായത് നിങ്ങളുടെ കാണാം നമ്മുടെ ഈ ഒരു പ്ലാസ്മ മെംബ്രെയിനിൽ നമുക്ക് പ്രോട്ടീനുകളുണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫേറ്റുകളും ലിപ്പിഡുകളും ചേർന്നിട്ടാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. കാരണം പ്ലാസ്മ മെംബ്രെയിൻ നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല ഹയർ ക്ലാസ്സസിലേക്കും കൂടുതലായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോട്ടീൻസും ലിപ്പിഡ്സും ഒക്കെ ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ലെയറും പ്രോട്ടീൻസും ചേർന്നിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കുക. അടുത്തത്, വാട്ട് ഈസ് എ റീസൺ വൈ സെൽസ് ഇൻ സോൾട്ട് വാട്ടർ ഷ്രിങ്ക് ആൻഡ് ഡ്രൈഡ് ഗ്രേപ്പ് സോക്ഡ് ഇൻ ദ ഫ്രഷ് വാട്ടർ ബിക്കം സ്വെൽഡ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഉപ്പ് വെള്ളത്തിൽ കോശങ്ങൾ ചുരുങ്ങിപ്പോകുന്നതിന് കാരണം, അതുപോലെ ശുദ്ധജലത്തിലിടുന്ന ഉണക്കമുന്തിരി വീർത്ത് വരുന്നതിന് കാരണമെന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നിട്ട് അതിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും വരാം. അപ്പം അത് സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പം നമുക്കറിയാം ഇവിടെ നടക്കുന്നത് വാട്ടർ മോളിക്യൂളിലെ ട്രാൻസ്ഫർ ആണ്, ദാറ്റ് ഇസ് ഓസ്മോസിസ്. സോ വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം ദ സെൽ ടു ദ സോൾട്ട് വാട്ടർ, അതിനെ എക്സോസ്മോസിസ് എന്ന് പറയുന്നു. വാട്ടർ മോളിക്യൂൾസ് എൻ്റർ ദ സെൽസ് ഓഫ് ഡ്രൈഡ് ഗ്രേപ്സ്, അതിനെ നമ്മൾ എൻഡോസ്മോസിസ്
എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ കോശത്തിൽ നിന്നും ജലതന്മാത്രകൾ ഉപ്പുവെള്ളത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് എക്സ്മോസ്മോസിസ്, ജലത്തിൽ നിന്ന് കോശത്തിലേക്ക് തിരിച്ചുള്ളിലേക്ക് കയറുകയാണെങ്കിൽ അതിനെ നമ്മൾ എൻഡോസ്മോസിസ് എന്നും പറയുന്നു. അപ്പൊ എൻഡോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പ്രവേശിക്കുകയാണ്, എക്സോസ്മോസിസ് എന്ന പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് രണ്ടും അങ്ങനെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് എന്ന് ഓർത്ത് വെക്കുക. അകത്തേക്ക് അല്ലെങ്കിൽ എൻട്രി എന്ന് ഓർത്താൽ മതി, എൻഡോസ്മോസിസ്. ഓക്കെ, അപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതുവരെ പഠിച്ചതെന്നുള്ളത് കണ്ടു. ഇനിയും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പം അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് പറയാം. നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പറയുന്നുണ്ട് അല്ലേ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്തൊക്കെ കോമ്പോണൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള മോളിക്യൂൾ ട്രാൻസ്ഫർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഇനിയും പ്രൊവൈഡ് ചെയ്യും. ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സും എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അത് മാത്രമല്ല നാളെ നമ്മുടെ ലൈവ് വരുന്നുണ്ട് ബയോളജി 7 മണിക്ക്. അപ്പം അതിനും എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് ബാക്കിയുള്ള ഫോട്ടോസിന്തസിസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കഴിയും. സോ നാളെ കാണാം. ബൈ ബൈ.